Importing all preferences from home interface. Systems are now fully operational. എല്ലാവർക്കും ടെക് മാസ്റ്റേഴ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ അയൺമാന്റെ ഹഡ് എഫക്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിടുക. ഓക്കെ, ഇതൊരു ഓഡിയോ ഇല്ലാത്തൊരു വീഡിയോയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ ഉണ്ടാക്കാം, അതായത് അയൺമാൻ പറയുന്ന പോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഓഡിയോ ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ എഫക്ട് ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം എഫക്ട് കൺട്രോൾസിൽ വരിക. എഫക്ട് കൺട്രോൾസിൽ വന്നതിന് ശേഷം ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒപ്പാസിറ്റി. ഒന്നും കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒപ്പാസിറ്റി കാണാൻ സാധിക്കുന്നതാണ്. ആ ഒപ്പാസിറ്റിന്റെ ഇവിടെ എലിപ്സ് മാസ്ക് കാണാൻ സാധിക്കുന്നതാണ്, ക്രിയേറ്റ് എലിപ്സ് മാസ്ക്. ആ എലിപ്സ് മാസ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു മുഖം മാത്രം, അതായത് ഈ ഒരു മുഖവും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു മുടിയും മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കുക. ഒരു അനക്കല്ലാത്ത കറക്റ്റ് അനക്കല്ലാത്തൊരു നല്ലൊരു വീഡിയോ എടുക്കുന്നത് കുറച്ച് നല്ലതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലോണം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡിയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാസ്ക് പാത്ത് എന്നുള്ളതിന്റെ ഇവിടെ ഒരു ഇത് കാണാൻ സാധിക്കുന്നതാണ്. ട്രാക്ക് സെലക്ടഡ് മാസ്ക് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇത് മോഷൻ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിന്റെ മോഷൻ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ മോഷൻ ട്രാക്ക് ചെയ്ത് കഴിയുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മളുടെ മോഷൻ ട്രാക്കിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഉണ്ട്. അയൺമാന്റെ ഹഡ് എഫക്റ്റിന്റെ ഗ്രീൻ സ്ക്രീൻ ആണത്. അതായത് ഹഡ് എഫക്റ്റ് ഗ്രീൻ സ്ക്രീൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഹഡ് എഫക്റ്റ് എന്താ പറയാ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ലഭിക്കുന്നതാണ്. യൂട്യൂബിൽ നിന്ന് അയൺമാൻ ഹഡ് എഫക്റ്റ് ഗ്രീൻ സ്ക്രീൻ അടിച്ചാൽ മതി. ആ വീഡിയോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ അയൺമാന്റെ ഗ്രീൻ സ്ക്രീൻ ഹഡ് എഫക്റ്റ് ഞാൻ എടുത്തിട്ട് ഈ വീഡിയോയുടെ മുകളിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ എഫക്ട്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ അൾട്രാ കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓക്കെ. അപ്പൊ നമ്മുടെ മോഷൻ ട്രാക്കിംഗ് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അൾട്രാ കീ എന്ന് പറഞ്ഞ എഫക്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോയിലേക്ക് ഇത് ചെയ്തിട്ട് ഈ ഡ്രോപ്പർ, അതായത് അൾട്രാ കീ ഇവിടെ വരുന്നതായിരിക്കും. ആ ഡ്രോപ്പറിന്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ Importing all preferences from home interface. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം വേണ്ട. ഓക്കെ, ആ ഒരു മുഖംമൂടി വരുന്ന ഒരു ഭാഗമില്ലേ, ഓക്കെ, ആ മുഖംമൂടി വരുന്ന ആ ഭാഗത്ത് വേണ്ട. ഓക്കെ, ആ ഭാഗം നമ്മൾക്ക് എന്താ പറയാ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇത്ര ഭാഗമാണ് വേണ്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം മോഷനിൽ വന്നിട്ട് നിങ്ങൾ ഇതൊന്ന് സ്കെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, സ്കെയിൽ ഇത് അത്ര ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി വലുതാക്കാം. ഓക്കെ, ഇത്ര വലുതാക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എന്താ പറയാ അയൺമാന്റെ ഹഡ് എഫക്ട് റെഡി ആയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു. Importing all preferences from home interface. Systems are now fully operational.